അതിർത്തി കടന്നാൽ കളി മാറും. ഇത് വെറും വാക്കല്ല, ഇറാന്റെ അവസാനത്തെ മുന്നറിയിപ്പാണ്. വിദേശ ശക്തികൾ ഗൾഫിൽ കളിക്കാൻ ഇറങ്ങിയപ്പോൾ ഇറാൻ ഇറങ്ങിയിരിക്കുന്നത് പടയൊരുക്കവുമായിട്ടാണ്. ഹോർമൂസിന്റെ കാവൽ IRGC ഏറ്റെടുത്തു. കടലും കരയും അവകാശവും ഇപ്പോൾ ഇറാന്റെ കണ്ണിലാണ്. ലോകം ഉറങ്ങുമ്പോൾ പോലും ഉറക്കം കെടുന്നത് ശത്രുക്കൾക്കാണ്. എന്താണ് ഇറാന്റെ കയ്യിലുള്ള ആ പ്രതിരോധ രഹസ്യങ്ങൾ? ഒരു മിസൈൽ, ഒരു ഡ്രോൺ, ഒരു തീരുമാനം, അത് മതി കളി മുഴുവൻ മാറാൻ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഭീഷണിയെ കുറിച്ചല്ല, മറുപടിയെ കുറിച്ചാണ്. ഗൾഫ് മേഖല വീണ്ടും ഒരു വലിയ ഭൗമരാഷ്ട്രീയ ശക്തി പ്രകടനത്തിന് വേദിയാവുകയാണ്. ഈ സമയത്ത് തങ്ങളുടെ പരമാധികാരത്തിന്മേൽ ഒരു ഇഞ്ച് പോലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന ഉറച്ചതും കൃത്യവുമായ പ്രഖ്യാപനവുമായി ഇറാൻ ലോകത്തിനു മുന്നിൽ വന്നിരിക്കുകയാണ്. ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ പ്രസ് ടിവിയിലൂടെയാണ് ഈ നിലപാട് പുറത്തുവിട്ടിരിക്കുന്നത്. അതും ഒരു മുന്നറിയിപ്പിന്റെ സ്വരത്തിൽ. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന അശാന്തിക്കും അസ്ഥിരതയ്ക്കും കാരണം മേഖലയ്ക്ക് പുറത്തു നിന്നുള്ള വിദേശ ശക്തികളുടെ അനാവശ്യമായ ഇടപെടലുകളാണെന്ന് ഇറാൻ കുറ്റപ്പെടുത്തുന്നു. അത്തരം ഇടപെടലുകളെ അവസാന തുള്ളി രക്തം ഉള്ളിടത്തോളം കാലം പ്രതിരോധിക്കുമെന്നും ടെഹ്റാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോക വ്യാപാരത്തിന്റെയും എണ്ണ കയറ്റുമതിയുടെയും നട്ടെല്ലായ ഹോർമൂസ് കടലിടുക്കിനെ പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കാനുള്ള അവകാശം തങ്ങൾക്ക് മാത്രമാണെന്നും ആ അവകാശത്തെ ചോദ്യം ചെയ്യാനോ വെല്ലുവിളിക്കാനോ ആർക്കും കഴിയില്ലെന്നും ഇറാൻ അടിവരയിട്ട് പറയുന്നു. ഇത് വെറും ഒരു സാധാരണ പ്രതിരോധ പ്രസ്താവനയായി കാണേണ്ടതില്ല. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്കും അവരുടെ ഗൾഫ് സഖ്യകക്ഷികൾക്കും നേരെ ഇറാൻ നൽകുന്ന ശക്തമായ ഒരു താക്കീതായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. ഞങ്ങളുടെ അതിർത്തിയിലും ജലത്തിലും കടന്നു കയറാൻ ശ്രമിച്ചാൽ അതിന്റെ ഫലം നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകും എന്ന സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ കൈമാറുന്നത്. വിദേശ സൈനിക താവളങ്ങൾക്കും നാവിക സാന്നിധ്യവുമായാണ് ഗൾഫിലെ നിലവിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നാണ് ഇറാന്റെ നിലപാട്. ഗൾഫ് രാജ്യങ്ങൾ തമ്മിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ, പുറത്തു നിന്നുള്ളവർ ഇടപെടേണ്ടതില്ല എന്നാണ് അവർ പറയുന്നത്. ഈ ഒരൊറ്റ പ്രസ്താവന ഗൾഫിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ പോകുന്നു. വരും ദിവസങ്ങളിൽ എണ്ണയുടെ വില, അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം, രാജ്യങ്ങളുടെ നയതന്ത്ര ബന്ധങ്ങൾ എന്നിവയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാകും. ഇറാൻ ഒരു ചുവട് പോലും പിന്നോട്ട് വയ്ക്കാൻ തയ്യാറല്ല. അതേസമയം പാശ്ചാത്യർക്കും പിന്മാറാനാകുന്നില്ല. അപ്പോൾ ഈ രണ്ട് കരുത്തുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഏത് വഴിക്കാണ് പോകുന്നത്? ഗൾഫ് വീണ്ടും പുകയുമോ അതോ പുതിയൊരു സമവാക്യം പിറക്കുമോ? ഇറാന്റെ ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നാവികസേന അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമാണ് തങ്ങളുടെ സുരക്ഷാ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. സമുദ്ര ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നതും സിഗ്നലുകൾ ഓഫാക്കി യാത്ര ചെയ്യുന്നതുമായ കപ്പലുകൾക്കെതിരെ ഇറാൻ നടത്തുന്ന നടപടികൾ അന്താരാഷ്ട്ര മാരിടൈം നിയമങ്ങൾക്ക് അനുസൃതമാണെന്ന് പ്രസ് ടിവിയുടെ റിപ്പോർട്ടുണ്ട്. വിദേശ രാജ്യങ്ങളുടെ അടിച്ചേൽപ്പിക്കലുകൾക്കും ഏകപക്ഷീയമായ സാമ്പത്തിക ഉപരോധങ്ങൾക്കും മുന്നിൽ മടക്കില്ലെന്നും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും ജനങ്ങളുടെ സംരക്ഷിക്കാൻ ഏത് തരത്തിലുള്ള പ്രതിരോധ നടപടികൾക്കും രാജ്യം സന്നദ്ധമാണെന്നും ഇറാന്റെ നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മേഖലയിൽ സുസ്ഥിര ഉറപ്പാക്കാൻ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കിടയിലുള്ള പരസ്പര സഹകരണമാണ് ആവശ്യമെന്നും പാശ്ചാത്യ ശക്തികളുടെ സൈനിക സാന്നിധ്യം ഇവിടെയുള്ള സമാധാനം കൂടുതൽ സങ്കീർണമാക്കുകയുള്ളൂ എന്നുമാണ് ഇറാൻ വാദിക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, ഏകപക്ഷീയമായ സാമ്പത്തിക ഉപരോധങ്ങളും വിദേശ രാജ്യങ്ങളുടെ അടിച്ചേൽപ്പിക്കലുകളും കൊണ്ട് ഇറാനെ മുട്ടിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല എന്നാണ്. മുട്ടുമടക്കില്ല എന്ന് തന്നെയാണ് ടെഹ്റാന്റെ ഉത്തരം. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും ജനങ്ങളുടെ ജീവിതവും സംരക്ഷിക്കാൻ എന്തു വില കൊടുത്തും ഏത് പ്രതിരോധവും നടത്താൻ തങ്ങൾ തയ്യാറാണെന്ന് ഇറാന്റെ നേതൃത്വം തുറന്നടിച്ചു. ഗൾഫിലെ സമാധാനത്തിന് വേണ്ടത് അമേരിക്കൻ യുദ്ധക്കപ്പലുകളല്ല, മറിച്ച് അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസവും സഹകരണവുമാണെന്ന് ഇറാൻ ഓർമ്മിപ്പിക്കുന്നു. പാശ്ചാത്യ ശക്തികളുടെ സൈനിക സാന്നിധ്യം സമാധാനം കൊണ്ടുവരുന്നില്ല, മറിച്ച് തീയിൽ എണ്ണ ഒഴിക്കുകയാണ്. പുറത്തു നിന്നുള്ളവർ ഇറങ്ങിപ്പോകൂ, ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ തന്നെ പരിഹരിക്കും. ഇതാണ് ഇറാൻ ഇന്ന് ലോകത്തോട് പറയുന്ന അവസാന വാക്ക്. ചുരുക്കത്തിൽ, തങ്ങളുടെ ദേശീയ സുരക്ഷയിലും പരമാധികാരത്തിലും യാതൊരുവിധ ബാഹ്യ ഇടപെടലുകളും ഇറാൻ വെച്ചുപൊറുപ്പിക്കില്ല എന്നതിന്റെ വ്യക്തമായ പ്രഖ്യാപനമാണ് പ്രസ് ടിവിയിലൂടെ പുറത്തു വരുന്നത്. സ്വന്തം അതിർത്തികൾ കാത്തുസൂക്ഷിക്കുന്നതിനും രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഏതൊരു പരമാധികാര രാഷ്ട്രത്തിനുമുള്ള നിയമപരമായ അവകാശത്തെ ആർക്കും ചോദ്യം ചെയ്യാനാകില്ലെന്ന് ഇറാൻ അടിവരയിടുന്നുണ്ട്. പശ്ചിമേഷ്യൻ മേഖലയിൽ യഥാർത്ഥ പ്രതിസന്ധിക്ക് കാരണം ബാഹ്യശക്തികളുടെ കടന്നുകയറ്റമാണെന്ന് വസ്തുത അന്താരാഷ്ട്ര സമൂഹം തിരിച്ചറിയണമെന്നാണ് ഈ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത്. അധിനിവേശ ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനും സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും രാജ്യം സന്നദ്ധമാണെന്ന ഇറാന്റെ ഈ ഉറച്ച നിലപാട് ഗൾഫ് മേഖലയിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളിൽ വരും ദിവസങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തുമെന്നതിൽ തർക്കമില്ല.
ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമെന്ന ഇറാന്റെ സന്ദേശത്തോടെയാണ് ഈ റിപ്പോർട്ട് അവസാനിക്കുന്നത്. പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്ന രാജ്യമാണ് ഇറാൻ. പ്രസംഗത്തിൽ മാത്രം ഒതുങ്ങുന്ന വാക്കുകൾക്ക് അവിടെ സ്ഥാനമില്ല. ഹോർമോസ് ഞങ്ങൾ സംരക്ഷിക്കും എന്ന് പറഞ്ഞപ്പോൾ IRGCയുടെ നാവികസേന ഇന്ന് കടലിൽ തന്നെയുണ്ട്. ഉപരോധത്തെ പേടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഉപരോധത്തിനിടയിലും സ്വന്തം സമ്പദ് വ്യവസ്ഥയെ കരുത്തു പിടിപ്പിച്ചു. വിദേശ ഇടപെടൽ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അത് നയത്തിന്റെ കാതലാക്കി മാറ്റി. ഇറാന്റെ വാക്കും പ്രവൃത്തിയും തമ്മിൽ 1 ഇഞ്ച് അകലം പോലും ഇല്ല. പരമാധികാരത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് പ്രഖ്യാപിച്ച ദിവസം തന്നെ അതിനുള്ള നിയമവും പട്രോളിങ്ങും തുടങ്ങി. അന്താരാഷ്ട്ര നിയമം ലംഘിക്കുന്ന കപ്പലുകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ സോഫാക്കി വന്ന കപ്പലുകളെ പോലും തടഞ്ഞു. മുട്ടുമടക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും വലിയ സാമ്പത്തിക ഉപരോധങ്ങളുടെ മുന്നിലും തല ഉയർത്തി നിന്നു. ഞങ്ങളുടെ ജനങ്ങളെ ഞങ്ങൾ തന്നെ സംരക്ഷിക്കുമെന്ന വാക്ക് വെറും മുദ്രാവാക്യമല്ല, അത് IRGCയുടെ ഓരോ നീക്കത്തിലും കാണാം. പാശ്ചാത്യർ ഭീഷണിപ്പെടുത്തിയപ്പോൾ പിന്നോട്ടു പോയില്ല, പകരം പ്രതിരോധം ഇരട്ടിച്ചു. ഗൾഫിലെ സമാധാനം പുറത്തു നിന്നുള്ള സൈന്യം കൊണ്ടുവരില്ലെന്ന് പറഞ്ഞപ്പോൾ അയൽ രാജ്യങ്ങളുമായുള്ള സഹകരണത്തിന് വേണ്ടി കൈനീട്ടി. ഇറാൻ സംസാരിക്കുന്നത് വെറുതെ അല്ല, ചെയ്യാനുള്ളത് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ലോകം ഇന്ന് ഇറാന്റെ ഓരോ പ്രസ്താവനയും ഗൗരവത്തോടെ കാണുന്നത്. കാരണം അവർക്കറിയാം, ഇറാൻ പറഞ്ഞാൽ അത് നടക്കും. ഇതാണ് വാക്കിനും പ്രവൃത്തിക്കും ഒരേ ഭാരമുള്ള, പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്ന ഇറാന്റെ യഥാർത്ഥ ശക്തി. പേടിച്ചരണ്ടിരിക്കുന്ന ട്രംപിനും അമേരിക്കയ്ക്കും ഇറാന്റെ മറുപടി ഒന്നേ ഉള്ളൂ, അത് യുദ്ധമാണ്. ഗൾഫിൽ വീണ്ടും പുകയുമ്പോൾ വൈറ്റ് ഹൗസിൽ നിന്ന് വരുന്നതെല്ലാം പ്രസ്താവനകളും ഭീഷണികളുമാണ്. പക്ഷേ തെഹ്റാനിൽ നിന്ന് വരുന്നത് പ്രസ്താവനയല്ല, പ്രവൃത്തിയാണ്. 2026 ഇറാൻ തങ്ങളുടെ നിലപാടിൽ നിന്ന് 1 ഇഞ്ച് പോലും പിന്നോട്ട് പോയിട്ടില്ല. പരമാധികാരത്തിൽ വിട്ടുവീഴ്ചയില്ല. ഹോർമോസ് കടലിടുക്കിൽ ഇന്ന് അമേരിക്കൻ നാവികസേനയേക്കാൾ കൂടുതൽ IRGCയുടെ പട്രോളിംഗ് ബോട്ടുകളാണ്. സോഫാക്കി വരുന്ന വിദേശ കപ്പലുകൾ പിടിക്കപ്പെടുന്നുണ്ട്, നിയമം നടപ്പാക്കപ്പെടുന്നുണ്ട്. അമേരിക്ക ഉപരോധം കൂട്ടുമ്പോൾ ഇറാൻ എണ്ണ കയറ്റുമതിക്ക് പുതിയ വഴികൾ കണ്ടെത്തുന്നു. ഞങ്ങളെ പീഡിപ്പിക്കാൻ നോക്കണ്ട എന്നാണ് ഇറാന്റെ നേതൃത്വം ട്രംപ് ഭരണകൂടത്തോട് പറയുന്നത്. മിസൈൽ നഗരങ്ങൾ, ഹൈപ്പർസോണിക് ഡ്രോണുകൾ, തീരദേശ പ്രതിരോധം, ഇതാണ് ഇറാന്റെ പ്രതിരോധ രഹസ്യം. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ അടുക്കുമ്പോൾ ഇറാന്റെ റഡാറുകൾ അതിനു മുന്നേ ഉണരുന്നു. അയൽ രാജ്യങ്ങളുമായി സഹകരണം, പാശ്ചാത്യരുമായി ഏറ്റുമുട്ടൽ, ഇതാണ് 2026 ഇറാന്റെ പോളിസി. ട്രംപ് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഇറാൻ കടലിൽ കപ്പലിറക്കുന്നു. അമേരിക്ക ഉപരോധം പ്രഖ്യാപിക്കുമ്പോൾ ഇറാൻ പുതിയ സഖ്യമുണ്ടാക്കുന്നു. ഇതാണ് പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്ന രാജ്യം. പേടിച്ചരണ്ടിരിക്കുന്നവർക്ക് വേറെ വഴിയില്ല, മറുപടി കേൾക്കേണ്ടി വരും. അത് ഇറാന്റെ രീതിയിൽ, യുദ്ധത്തിന്റെ ഭാഷയിൽ തന്നെ.